വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ബേക്കലിൽ റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട അപകടം. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിനിടെയാണ് അപകടം ഉണ്ടായത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ പരിപാടിക്ക് സമീപം റെയിൽവേ പാളം മറികടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. അരുൺ പൂപ്പറമ്പ് നൽകും വിശദാംശങ്ങൾ. അരുൺ, വലിയ തിക്കും തിരക്കുമാണ് ഉണ്ടായത്. പരിക്കേറ്റ് എത്ര പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പരിപാടിക്ക് സമീപം റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടിയ യുവാവ് മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ പൊയ്നാച്ചി സ്വദേശി ശിവാനന്ദയെ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ മരണം സംഭവിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ പരിപാടിക്ക് എത്തുന്നതിനിടെയാണ് ഈ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ഈ അപകടം ഉണ്ടായത്. ഇന്ന് റാപ്പർ വേടന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത് ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടായിരുന്നു. സംഘാടകർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ആയിരങ്ങളാണ് ഈ ബേക്കൽ തീരത്തേക്ക് ഈ പരിപാടി കാണുന്നതിന് വേണ്ടി എത്തിയത്. പല ഘട്ടങ്ങളിലും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ പരിപാടി തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ സംഘാടകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു, പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വലിയ ക്രൗഡാണ്, അതുകൊണ്ട് സ്വയം നിയന്ത്രണം പാലിക്കണമെന്നൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരാണ് ഈ പരിപാടി കാണുന്നതിന് വേണ്ടി എത്തിയത്. മുൻഭാഗത്തുൾപ്പെടെ സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് ഈ തിക്കും തിരക്കും ഉണ്ടായി, ആൾക്കാർ ഇടിച്ചു കയറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആശുപത്രിയിലുള്ള ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ല എന്ന ആശ്വാസകരമായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ ആരോഗ്യനില തൃപ്തികരമാണ്. സമീപത്തെ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഉദുമ, കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവരെല്ലാം ആരോഗ്യനില തൃപ്തികരമാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ നിലവിൽ ആശുപത്രിയിൽ ഈ തിക്കിലും തിരക്കിലും പെട്ട് കുഴഞ്ഞു വീഴുകയും ശാരീരിക അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്ത കുട്ടികളെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എന്തായാലും മാറ്റിയിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ സങ്കടകരമായിട്ടുള്ള വിവരം വരുന്നത്. ഈ പരിപാടിക്കായി എത്തിയ ഈ പരിപാടിയുടെ സ്ഥലത്തിന് തൊട്ട് സമീപം തന്നെയാണ് ഈ റെയിൽവേ പാളം ഉള്ളത്. നേരെ ഉള്ള ഗേറ്റിൽ നിന്നും മാറി പല ആൾക്കാരും ഈ റെയിൽവേ പാളം മുറിച്ചു കടന്ന് മതിൽ കടന്ന് ഈ പരിപാടിയിലേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ വന്ന ഒരു യുവാവാണ് ഇപ്പോൾ ഈ ട്രെയിൻ തട്ടുകയും പിന്നീട് ഇപ്പോൾ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പോലീസുകാരുൾപ്പെടെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിപാടി എന്തായാലും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഉൾപ്പെടെ നേരത്തെ തന്നെ പോലീസ് ഈ സാഹചര്യത്തിൽ നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ നിരവധി പേരെ ഈ പരിപാടി തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓവർ ക്രൗഡഡ് ആയിരുന്നു. കൂടുതൽ ആൾക്കാർ, ഞാൻ സൂചിപ്പിച്ചതുപോലെ സംഘാടകർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ആയിരങ്ങളാണ് ആ പരിപാടിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പരിപാടിക്ക് മുമ്പ് തന്നെ ചിലരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് വേടന്റെ സംഗീത പരിപാടി ആരംഭിച്ച ഉടൻ തന്നെ കൂടുതൽ ആൾക്കാർ ഈ മുൻഭാഗത്തേക്കൊക്കെ തള്ളിക്കയറുന്ന, ഇടിച്ചു കയറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 15-ലധികം പേർ ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികളുണ്ട്. പക്ഷെ ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ല എന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതിനിടെയാണ് ഈ സങ്കടകരമായിട്ടുള്ള യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു എന്ന വിവരം കൂടി ലഭിക്കുന്നത്. അരുൺ, ഈ വേടന്റെ പരിപാടി എന്ന് പറയുമ്പോൾ സാധാരണ അത്രയും ആളുകൾ ഒഴുകിയെത്തുന്നതാണല്ലോ, ആയിരക്കണക്കിന് ആളുകളെ പ്രതീക്ഷിക്കേണ്ടതുമാണ്. പക്ഷെ ഇത്രയും വലിയൊരു തിക്കും തിരക്കും ഉണ്ടായത്, ആ സാഹചര്യം എന്താണ്? സുരക്ഷാ വീഴ്ചയുണ്ടോ? സുരക്ഷാ വീഴ്ച നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ, അതായത് നിശ്ചയിച്ചതിനപ്പുറത്തേക്ക് ആൾക്കാർ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു എന്നതാണ് സംഘാടകരും പോലീസും ഉൾപ്പെടെ പറഞ്ഞത്. ഇത് ബേക്കൽ തീരത്ത് തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം ഇതിനു വേണ്ടി ഉണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്കാണ് അവിടെ ഈ ഒഴുകിയെത്തിയിട്ടുള്ള ആൾക്കാർ. ഇത് ഈ സംഗീത പരിപാടി മാത്രമല്ല, ബീച്ച് ഫെസ്റ്റിവൽ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുടുംബസമേതം നിരവധി പേർ അവിടെ മറ്റ് ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള മറ്റു പരിപാടികളിലൊക്കെയായി വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ വേടന്റെ സംഗീത പരിപാടി ഉണ്ട് എന്ന് അറിഞ്ഞ് ആ പരിപാടിയിലേക്ക് കൂടി പങ്കെടുത്തു. അങ്ങനെ വലിയൊരു ക്രൗഡാണ് അവിടെ രൂപപ്പെട്ടത്. അങ്ങനെയാണ് ഈ തിക്കും തിരക്കും ഉണ്ടായതെന്നാണ് ഇപ്പോൾ സംഘാടകർ പറയുന്നത്.
ഈ മുൻഭാഗത്താണ് പ്രധാനമായും പ്രശ്നമുണ്ടായത്. ഈ വേദിയോട് ചേർന്ന ഭാഗത്താണ് അവിടെ ബാരിക്കേഡൊക്കെ കെട്ടി കുട്ടികളെയും സ്ത്രീകളെയൊക്കെ വേർതിരിച്ചാണ് നിർത്തിയിരുന്നത്. പക്ഷേ ഈ വേടന്റെ പരിപാടിക്ക് മുമ്പ് തന്നെ കൂടുതൽ ആൾക്കാർ ആ ഇടത്തേക്ക് മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി. പരിപാടി തുടങ്ങി, ഈ പാട്ട് പാടാൻ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നിരവധി പേർ ഈ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയും നൃത്തം ചവിട്ടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടായി. അങ്ങനെയാണ് ഈ അപകടത്തിലേക്ക് പോയത്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന സംഘാടകരും മറ്റ് പോലീസും ഒക്കെ ഇടപെട്ട് ഈ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചവരെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്തായാലും ആശുപത്രിയിലെ പ്രവേശിപ്പിച്ചവർ വലിയ പരിക്കില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷെ മറ്റൊരു സാഹചര്യത്തിൽ ഒരാൾ മരിച്ചിട്ടുമുണ്ട്. ഈ മരത്തിന് മുകളിലും കമ്പിക്ക് മുകളിലും ഒക്കെ കയറുന്ന ആരാധകരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ബീച്ച് ഏരിയയിലാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നുള്ളതിലൊക്കെ തുടർ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.